ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വമ്പൻ വാർത്തകളാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വൻമരങ്ങളെ വീഴ്ത്തി സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു ജനനായകൻ ഒടുവിൽ താൻ ഇറങ്ങിപ്പോന്ന സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അതെ, വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിലേക്ക് ലയിക്കാൻ പോകുന്നു എന്ന അഭ്യൂഹങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കൊടുങ്കാറ്റായി മാറുകയാണ്. ഒരു കാലത്ത് കോൺഗ്രസ് നേതൃത്വത്തോട് പരസ്യമായി കലഹിച്ച, സ്വന്തം വഴി വെട്ടി തുറന്ന് ആന്ധ്രയുടെ മുഖ്യമന്ത്രി പദം വരെ അലങ്കരിച്ച വൈഎസ് ജഗൻമോഹൻ റെഡ്ഡി വീണ്ടും ആ കൈപ്പത്തി ചിഹ്നത്തിലേക്ക് മാറുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ദി സ്റ്റേറ്റ്മാൻ പത്രമാണ് ഈ നിർണായക രാഷ്ട്രീയ നീക്കത്തിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ അനൌദ്യോഗിക ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. എന്നാൽ ലയനവുമായി ബന്ധപ്പെട്ട ഇരു പാർട്ടികളും ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും നൽകിയിട്ടുമില്ല. ഈ വമ്പൻ ലയന നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസിന്റെ കരുത്തുറ്റ നായകൻ, കർണാടക മുഖ്യമന്ത്രി കൂടിയായ DK ശിവകുമാർ ആണെന്നത് രാഷ്ട്രീയ വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്ന സത്യമാണ്. അന്തരിച്ച ജനപ്രിയ നേതാവ് YS രാജശേഖര റെഡ്ഡിയുടെ കുടുംബവുമായി അടുത്ത വ്യക്തിബന്ധമുള്ള ശിവകുമാറിനെ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ആന്ധ്രയിൽ കോൺഗ്രസിനെ പുനർജീവിപ്പിക്കാനുള്ള ദൗത്യമാണ് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആന്ധ്ര വിഭജനത്തിന് ശേഷം കോൺഗ്രസിന് പൂർണ്ണമായി നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ ജഗന്റെ മടങ്ങിവരവിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. മമതാ ബാനർജിയും ശരത് പവാറും ചെയ്തതുപോലെ കോൺഗ്രസ് വിട്ട് പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് വിജയം വരിച്ച ജഗൻ 2019 151 സീറ്റുകൾ നേടിയായിരുന്നു ആന്ധ്രയിൽ അധികാരം പിടിച്ചത്. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാബു നായിഡുവിന്റെ TDP ജനസേന BJP സഖ്യത്തിന് മുന്നിൽ വെറും 11 സീറ്റുകളിലേക്ക് YSRCP ഒതുങ്ങിപ്പോയി. ഇതായാണ് ഇപ്പോൾ കോൺഗ്രസുമായുള്ള ചർച്ചകൾക്ക് വേഗത കൂട്ടാൻ ജഗനെ പ്രേരിപ്പിക്കുന്ന ഘടകം. എന്നാൽ ഈ ലയനം അത്ര സുഖമാകില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. കാരണം ജഗന്റെ സ്വന്തം സഹോദരി YS ശർമിള തന്നെയാണ് ഇതിലെ പ്രധാന തടസ്സം. ജഗനുമായി തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസ് എത്തിയ ശർമിളയാണ് നിലവിൽ ആന്ധ്രയിലെ കോൺഗ്രസ് അധ്യക്ഷ. ശർമിള തലപ്പത്തിരിക്കവേ ജഗനെ എങ്ങനെ പാർട്ടി ഉൾക്കൊള്ളുമെന്നത് ഹൈക്കമാൻഡിന് മുന്നിലെ വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. എങ്കിലും ശർമിളയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാനാകാത്തതിൽ ഹൈക്കമാൻഡിന് നേരിയ അതൃപ്തിയുമുണ്ട് താനും. ഇതിനിടയിൽ ഈ ലയന വാർത്തകളെ പരിഹസിച്ചുകൊണ്ട് BJP നേതാവ് നലമിലി രാമകൃഷ്ണ റെഡ്ഡിയും രംഗത്തെത്തിയിട്ടുണ്ട്. 2024 ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ജഗന് കോൺഗ്രസിൽ ലയിക്കുകയല്ലാതെ മറ്റെന്തോ ഓപ്ഷനാണ് ഉള്ളത് എന്നായിരുന്നു BJPയുടെ പരിഹാസം. ദേശീയ തലത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയിൽ നിന്നും നേതാക്കളെ BJP സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറുവശത്ത് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രമുഖ പ്രാദേശിക കക്ഷിയെ മുഴുവനായിട്ട് കോൺഗ്രസ് തങ്ങളുടെ കൂടെ കൂട്ടാൻ ഒരുങ്ങുന്നത്. ഇത് പ്രതിപക്ഷ സഖ്യത്തിൽ പുതിയൊരു ഊർജം നൽകുമെന്നതിൽ തർക്കമില്ല. സഹോദരനും സഹോദരിയും തമ്മിലുള്ള രാഷ്ട്രീയ ശീതയുദ്ധം എങ്ങനെ അവസാനിക്കും? ജഗൻ മോഹൻ റെഡ്ഡി കോൺഗ്രസിലെ കൈപിടിക്കുമോ, അതോ ആന്ധ്രയുടെ മണ്ണിൽ പുതിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് തിരി തെളിയിക്കുമോ എന്നെല്ലാം ഇനി കണ്ടു തന്നെ അറിയണം.